PMC വിഷയത്തിൽ CPIയുടെ അനുനയ നീക്കങ്ങൾക്കിടയിലും അയയാതെ CPI ധാരണാപത്രം റദ്ദാക്കണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് നേതാക്കൾ. CPI ജനറൽ സെക്രട്ടറിയുടെ ചോദ്യങ്ങളോട് MA ബേബി നിസ്സഹായനായെന്ന K പ്രകാശ് ബാബുവിന്റെ ആരോപണത്തിൽ MA ബേബി D രാജ അതൃപ്തി അറിയിച്ചതായി സൂചനയുണ്ട്. പദ്ധതിയിൽ സർക്കാർ ഉടൻ തുടർ നടപടികളിലേക്കില്ല എന്ന 24 വാർത്ത വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി ശരിവെച്ചു. PMC പദ്ധതിയുടെ ഫണ്ട് കേരളത്തിന് വേണ്ടെന്നും മന്ത്രി പറഞ്ഞു. വിദേശ പര്യടനം കഴിഞ്ഞെത്തിയ മുഖ്യമന്ത്രിയുടെ നിലപാട് വിഷയത്തിൽ നിർണായകമാണ്. PMC പദ്ധതിയിൽ ഒപ്പിട്ടെങ്കിലും തുടർ നടപടിയായി സ്കൂളുകളുടെ പട്ടിക കൈമാറുന്നതടക്കം ഉടൻ നടപ്പാക്കില്ല. സംസ്ഥാനത്തെ സ്കൂളുകൾക്ക് PMC പദ്ധതിയുടെ ഫണ്ട് വേണ്ട. ധാരണാപത്രത്തിൽ ഒപ്പിട്ടാൽ മാത്രമേ SSK ഫണ്ട് ലഭിക്കുകയുള്ളൂ എന്ന സ്ഥിതി വന്നപ്പോഴാണ് ധാരണാപത്രം ഒപ്പിടേണ്ടി വന്നത്. പാഠ്യപദ്ധതി മാറ്റില്ലെന്നും മന്ത്രി V ശിവൻകുട്ടി. PMC പദ്ധതി ഒപ്പിട്ടു എന്നുള്ളത് കൊണ്ട് സിലബസിൽ ഒരു മാറ്റവും കേരളത്തിന് വരുത്തുന്ന പ്രശ്നമേ കേരളത്തിൻ്റെതായ സിലബസുമായി മുന്നോട്ട് പോകും. വിദ്യാഭ്യാസ മന്ത്രി എന്നുള്ളതിൽ ഞാൻ ഉറപ്പിച്ച് തന്നെ പറയുക. ഞാനിത് ഉറപ്പിച്ച് പറയുമ്പോൾ അതിന്റെ ഉത്തരവാദിത്തം എനിക്കുണ്ട്. അതേസമയം വിഷയത്തിൽ പ്രതികരിക്കാൻ CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ തയ്യാറായില്ല. സംസ്ഥാനത്ത് PMC നടപ്പാകുമെന്നും എന്നാൽ ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കില്ലെന്നും മുൻമന്ത്രി തോമസ് ഐസക് പ്രതികരിച്ചു. അതിനിടെ പദ്ധതിയിൽ ഒപ്പിട്ടത് നിയമവകുപ്പിന്റെ ഉപദേശം മറികടന്നെന്ന രേഖ 24 പുറത്തുവിട്ടു. MOUവിൽ ഒപ്പിടുന്നതിന് മുൻപ് നയപരമായി തീരുമാനം വേണമെന്നതായിരുന്നു നിയമവകുപ്പിന്റെ ഉപദേശം. PMC നടപ്പാക്കിയാൽ ദേശീയ വിദ്യാഭ്യാസ നയം അതേ രീതിയിൽ നടപ്പാക്കേണ്ടി വരുമെന്നും ഇതിൽ നിയമവകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. PMC പദ്ധതി നടപ്പിലാക്കുമ്പോഴും അത് സംബന്ധിച്ച് NEPയുമായി ഒരു കാര്യങ്ങളും നമ്മൾ എതിർത്ത കാര്യങ്ങൾ നടപ്പിലാക്കില്ല എന്ന് വിദ്യാഭ്യാസ മന്ത്രി വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മുൻ അനുഭവം മറ്റു ചില പദ്ധതികളിലും നമ്മുടെ മുൻപിലുണ്ട്. PMC പദ്ധതിയിൽ CPIയെ പരിഹസിച്ച SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ രംഗത്തെത്തി. മുഖ്യമന്ത്രി വന്ന് സംസാരിച്ചാൽ CPIയുടെ പ്രശ്നമെല്ലാം അവിടെ തീരും. പിണറായി വിജയന്റെ അടുത്ത് CPI പത്തി താഴ്ത്തുമെന്നും വെള്ളാപ്പള്ളി നടേശന്റെ പരിഹാസം. പിന്നെ ഇതെല്ലാം ആണെങ്കിലും അവർ അണനും തമ്മിൽ യോജിച്ചു പോകും. മുന്നണി വലിയൊക്കെ പാലിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ അടങ്ങാനുള്ള കാര്യമുള്ളൂ. അത് സാക്ഷാൽ പിണറായി നേരെ വന്ന് കാര്യങ്ങൾ പറയുമ്പോൾ അതങ്ങ് അവസാനിക്കും. വിവാദങ്ങളിൽ സംസ്ഥാന നേതൃത്വങ്ങൾക്കിടയിൽ പരിഹാരമായില്ലെങ്കിൽ മാത്രം ദേശീയ നേതൃത്വങ്ങൾ ഇടപെടാമെന്ന് CPIM ജനറൽ സെക്രട്ടറി MA ബേബി 24നോട് പറഞ്ഞു. പ്രകാശ് ബാബുവിനെ പോലുള്ള നേതാക്കളുടെ പ്രതികരണത്തിന് മറുപടി പറയാൻ ആഗ്രഹിക്കുന്നില്ല. അദ്ദേഹം തന്നെ D രാജയോട് സംസാരിക്കട്ടെ. D രാജയും ഞാനും തമ്മിൽ സംസാരിച്ചത് എന്താണെന്ന് മറ്റൊരു ആളെടുത്ത് വ്യക്തമാക്കേണ്ട കാര്യമില്ല. ഞങ്ങൾ വളരെ സൗഹാർദ്ദത്തിൽ സംസാരിച്ചു. D രാജ ചോദിച്ചതിന് ഞാൻ തൃപ്തികരമായ മറുപടി പറഞ്ഞു. ഞാൻ പറഞ്ഞ മറുപടികൾ D രാജ ഞാൻ തൃപ്തിയോടുകൂടി കേട്ടു. അതിൽ D രാജയ്ക്ക് വല്ല പരാതിയുണ്ടെങ്കിൽ D രാജ എന്നെ ബന്ധപ്പെടും. അതിന് പ്രകാശ് ബാബുവിനെ പോലെ ഒരു ഇടനിലക്കാരന്റെ ആവശ്യമില്ല. കേരള ഹൗസിലെത്തിയ CPI ദേശീയ സെക്രട്ടറി D രാജ K പ്രകാശ് ബാബുവുമായി കൂടിക്കാഴ്ച നടത്തി. എന്നാൽ MA ബേബിക്കെതിരായ പരാമർശത്തിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് K പ്രകാശ് ബാബു. ബേബിയെ കാണുകയും CPI CPM പാർട്ടികളുടെ ഒരുമിച്ചുള്ളൊരു നിലപാടാണ്. ആ നിലപാടിൽ ഒരു മാറ്റം വന്നതിനെ സംബന്ധിച്ച് വളരെ കൃത്യമായി ബേബിയെ ബോധ്യപ്പെടുത്തുകയും ചെയ്തു. അതുകൊണ്ട് അതിൽ നിന്ന് പിന്മാറണമെന്നുള്ള കാര്യം പറഞ്ഞു. കേരളത്തിലെ പാർട്ടിയോടും ഗവൺമെൻറ്റിനോടും ഇതൊന്ന് പുനഃപരിശോധിക്കാൻ കഴിയുമോ, അതിനുവേണ്ടി ഒരു ആലോചനയെങ്കിലും നടത്താൻ കഴിയുമോ എന്നുള്ളത് ചോദിച്ചു. അതെല്ലാം ചോദിച്ചു. അതിലെല്ലാത്തിലും അദ്ദേഹത്തിൻ്റെ മറുപടി മൗനമായിരുന്നു. ധാരണാപത്രത്തിൽ നിന്ന് പിന്മാറണമെന്ന നിലപാട് D രാജ ആവർത്തിച്ചു. ന്യൂസ് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.